ഹായ് നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്ന നല്ല മൊഞ്ചുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അറേബ്യൻ രാജ്യങ്ങളിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഫത്തായർ. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓവൻ ഉപയോഗിച്ചും അല്ലാതെയും നമുക്ക് ഒരു പലഹാരം റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അല്ലേ. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ്. 1.5 കപ്പ് മൈദയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 250 ml കപ്പിന് 1.5 കപ്പ് മൈദ. 1 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിലാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഇനി കയ്യിലില്ലെങ്കിൽ മാത്രം നമുക്ക് സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പിയിൽ ഒരിക്കലും നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അടുത്തതായിട്ട് 1/4 കപ്പ് പാലിലോട്ട് 1/2 ടീസ്പൂണോളം ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഞാൻ ഇതിലോട്ടേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത്. ചെറു ചൂടുള്ള പാലിലോട്ടേക്കാണ് നമ്മൾ ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇട്ടിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. പാലിൻ്റെ അളവ് നിങ്ങളുടെ എടുക്കുന്ന മൈദക്ക് അനുസരിച്ച് നോക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ചെറുതായി ഒട്ടിപ്പിടിക്കുന്ന പാകത്തിൽ തന്നെയാണ് ഇതിൽ വെള്ളത്തിൻ്റെ അളവ്, അതായത് പാലിൻ്റെ അളവ് വേണ്ടത്. അപ്പോൾ കൈ നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു 7 മിനിറ്റെങ്കിലും ഇത് ഒരു 5 മിനിറ്റെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. എന്നാൽ തന്നെ നമുക്കിത് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ ഒരു ബ്രെഡ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുക. നല്ലതുപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത ഒരു പാകത്തിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. അല്ലാതെ മാവ് ചെറുതായിട്ട് ഒട്ടുന്നുണ്ടെന്ന് കരുതി വീണ്ടും നിങ്ങൾ ഇതിലോട്ട് മൈദ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ മാവ് നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഉള്ളിലോട്ട് ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ തയ്യാറാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് വെച്ച് മുകൾ ഭാഗത്ത് കുറച്ച് വീണ്ടും ഒലിവ് ഓയിലോ അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ സ്പ്രെഡ് ചെയ്തിട്ട് 1 മണിക്കൂർ നല്ല ചൂടുള്ള സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കാം. ഇനി ഇതിലോട്ടുള്ള ഫില്ലിങ്സിന് വേണ്ടി ഒരു 4 പീസ് എല്ലില്ലാത്ത ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരൊറ്റ തവണ ഒരു കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഫത്തായറിൻ്റെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഒലിവ് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാടൻ എണ്ണകൾ ഒഴിവാക്കിയിട്ട് സൺഫ്ലവർ ഓയിലോ കോൺ ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ മാക്സിമം ഒലിവ് ഓയിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കാം. ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1.5 ടീസ്പൂണോളം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു സവാള വളരെ ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തതായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ടേക്ക് ചേർക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ചിക്കൻ്റെ കളറൊന്ന് മാറി വരുമല്ലോ, ഒരു വെള്ള കളറിലോട്ടേക്ക് മാറുന്ന രീതിയിലാകുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. ഇതിന് പകരം പാപ്രിക്ക പൗഡറായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂണോളം തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളത്, 1 ടീസ്പൂണോളം ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നതിന് ശേഷം പിന്നീട് നമ്മളിത് അടച്ച് വെച്ച് ചിക്കൻ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്ന ചിക്കനിലോട്ടേക്ക് 1 ടീസ്പൂൺ തുടങ്ങി 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായിട്ട് അടുത്ത ഫില്ലിംഗ് ആണ് ഇതിലോട്ട് വേണ്ടത്. ചീസിൻ്റെ ഫില്ലിംഗ് ആണ്. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ചെഡാർ ചീസോ മൊസറല്ല ചീസോ 2 ചീസ് മിക്സ് ചെയ്തിട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഇനി ഇതിലോട്ടേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ ചേർക്കാം. അതുപോലെ മല്ലിയില എല്ലാം നന്നായി മിക്സ് ചെയ്ത് വെക്കാം. ഈ ഒരു 2 ഫില്ലിംഗ് ആണ് ഇതിന് ഏറ്റവും ടേസ്റ്റി ആക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫില്ലിങ്ങും ചീസിൻ്റെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫത്തായ റെഡിയാക്കി എടുക്കുന്നതിനായിട്ട് 1 മണിക്കൂറിന് ശേഷമുള്ള നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓവനകത്ത് ലൈറ്റ് ഇട്ടിട്ട് അതിനകത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നല്ല ചൂടുള്ള സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മാവ് പൊങ്ങി കിട്ടും. ഇതിങ്ങനെ ഉള്ളിലോട്ട് ടക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബോൾ പോലെ റെഡിയാക്കി എടുക്കുന്നത്. ഈ ഒരു അളവിൽ 4 പീസ് കിട്ടും. ഇത് കുഞ്ഞതായിട്ട് വളരെ ചെറുതായി ചെയ്യുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ എണ്ണത്തിൽ 6 7 എണ്ണം വരെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഫത്തായർ തന്നെ ശരിക്കും 2 പേർക്ക് കഴിക്കാം. നല്ല ഹെവി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഒരു ഫത്തായർ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ 2 പേർക്കൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇത് പരത്തിയെടുക്കുന്നതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് ആയിട്ട് ഇങ്ങനെ നിറച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയാണ്.
അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഈ ചീസിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചീസ് ഫില്ലിങ് സൈഡിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ സൈഡ് ഭാഗത്തുനിന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ബൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ശരിക്കും ഒരു തവണ ഉണ്ടാക്കി നമ്മൾക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാൻ തോന്നുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടണമല്ലോ അല്ലേ. ഇതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു കളർ ഷെയ്ഡൊക്കെ കറക്റ്റ് കിട്ടണം ബേക്ക് ചെയ്ത് വരുന്നത് പോലെ. അപ്പോൾ നമ്മൾ പാത്രത്തിലാണെങ്കിലും അതിൽ ഓവനിലാണെങ്കിലും ബേക്ക് ചെയ്ത് ആ ഒരു കളർ മാറിക്കിട്ടുമ്പോഴാണ് പലഹാരം കാണാനും നല്ലൊരു മൊഞ്ചുണ്ടാവുക. അപ്പോൾ പാലാണ് നമ്മളിതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം മുട്ടയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ പാൽ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഒന്ന് ജസ്റ്റ് ഇതുപോലെ ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ നല്ല തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫില്ലിങ്സ്, ഞാൻ നേരത്തെ തന്നെ നമ്മൾ 4 എണ്ണമാണല്ലോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് ഫില്ലിങ്സ് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നത്തെ റെസിപ്പിയിലും പറയുന്നുണ്ട്, നമ്മൾ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര പീസാണോ തയ്യാറാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് ഫില്ലിങ്സ് ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാത്തിലും ഒരേ രീതിയിൽ നമുക്ക് അത് സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫില്ലിങ്സ് നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചീസാണ് ഇനി ഇതിൻ്റെ ടോപ്പിങ്ങിലും ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ ചീസ് വേണമെങ്കിൽ ചെഡാറൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭയങ്കര റിച്ചായിട്ട് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് നിങ്ങൾക്കിത് മാറ്റം വരുത്താം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകൾക്കനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എരിവും ഇതിൽ ഉപയോഗിക്കുന്ന മറ്റുള്ള മസാലപ്പൊടികളൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. 4 ഫത്തായറാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഓവനിലാണ് നമ്മളിന്ന് ബേക്ക് ചെയ്യുന്നത്. ഓവൻ കയ്യിലില്ലാത്തവർക്ക് ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മുന്നത്തെ റെസിപ്പിയിലൊക്കെ പറയുന്നത് പോലെ തന്നെ മുന്നേ കുറേ റെസിപ്പിയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പാത്രത്തിനകത്ത് നിങ്ങൾക്കിത് ബേക്ക് ചെയ്യാം. എങ്ങനെയാണോ നമ്മൾ പാത്രത്തിനകത്ത് കേക്ക് ബേക്ക് ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെറിയ സൈസിൽ റെഡിയാക്കി എടുത്താൽ മതി. പാത്രത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതുപോലെ വലിയ ട്രേ ഒന്നും വെക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ചെറിയ സൈസിൽ റെഡിയാക്കി എടുക്കാം. എന്നിട്ട് ട്രേക്ക് അകത്തോട്ടേക്ക് വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 2 കോയിലും ചൂടാവുന്ന രീതിയിലാണ് മാക്സിമം ടെമ്പറേച്ചറിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഓവൻ്റെ 230 ആണ്. അപ്പോൾ 230 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യത്തെ 10 മിനിറ്റ് ഞാൻ 2 കോയിലും ചൂടാകുന്ന രീതിയിലും അവസാനത്തെ 5 മിനിറ്റ് മുകളിലെ കോയിൽ മാത്രം ചൂടാകുന്ന രീതിയിലുമാണ് റെഡിയാക്കിയെടുത്തത്. പാത്രത്തിനകത്താണെങ്കിൽ 25 മിനിറ്റോളം എടുക്കും ഇത് ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുക്കാം. എന്നിട്ടൊരു 25 മിനിറ്റ് എന്ത് ചെയ്യാം, ഒരു 20 മിനിറ്റോളം നിങ്ങൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാം പാത്രത്തിനകത്ത് വെക്കുന്നവരാണെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട, വളരെ എന്താ പറയുക, നമ്മൾ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു പലഹാരമാണെന്ന് തന്നെ പറയാം. ഈ ഒരു ഇഫ്താറിന് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.